തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നു. ഷീജ, തിരുവനന്തപുരത്ത് ചടങ്ങുകളിലേക്ക് കടന്നുവോ? പ്രതീക്ഷ ചടങ്ങുകൾക്ക് ഏതായാലും തുടക്കം ആയിട്ടില്ല. അതിന് അവസാനഘട്ട ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് സംസ്ഥാനത്ത് ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ദേശീയ പതാക ഉയർത്തുന്നത്. അദ്ദേഹം 8:25 തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹം എട്ടരയോടുകൂടി തന്നെ ദേശീയ പതാക ഉയർത്തും. അതോടുകൂടി തന്നെ ചടങ്ങുകൾക്കും തുടക്കമാകുന്നതായിരിക്കും. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളും എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റിന് അദ്ദേഹം അഭിവാദ്യം സ്വീകരിക്കുന്നതായിരിക്കും. ആദ്യം സായുധ സേനയും അതോടൊപ്പം അതിനുശേഷം അതിന് പിന്നിലായിട്ടായിരിക്കും നിരായുധ സേനാ വിഭാഗം മാർച്ച് പാസ്റ്റിൽ അണിനിരക്കുക. വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിനു ശേഷം മാർച്ച് പാസ്റ്റിൽ അതിന് പിന്നിലായി സംസ്ഥാനത്തെ ശ്വാനസേനയുടെയും അതോടൊപ്പം തന്നെ അശ്വാരുടെ സേനയുടെയും ഒരു പങ്കാളിത്തവും ഈ മാർച്ച് പാസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. തുടർന്ന് ബാൻഡ് വിഭാഗത്തിന്റെയും പങ്കാളിത്തവും ഉണ്ടാകുന്നതായിരിക്കും. തുടർന്ന് 8:50 ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും സ്കൂൾ കുട്ടികളുടെ ദേശീയ ഗാനാലാപനം നടക്കുക. അതിനുശേഷം പരേഡിൽ മാർച്ച് പാസ്റ്റ് റിവ്യൂ ഓർഡറിൽ തിരിച്ചു പോകുന്നതായിരിക്കും. തുടർന്നായിരിക്കും ദേശീയ ഗാനത്തോടു കൂടി തന്നെ ചടങ്ങുകൾക്ക് ഇവിടെ പരിസമാപ്തിയാകുന്നതായിരിക്കും. ഇവിടെ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് ജസ്റ്റിസ് പി സദാശിവം ഗവർണറായ ജസ്റ്റിസ് പി സദാശിവം ദേശീയ പതാക ഉയർത്തുന്നതോടെയാണ്. ഈ സമയത്ത് തന്നെ എല്ലാ ജില്ലകളിലും അതാത് മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥികളായി നിരവധി പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇതിൽ ഗവർണർ ദേശീയ പതാക ഉയർത്തുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, മറ്റ് MLA മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി വലിയൊരു VIP നിര തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ചടങ്ങുകൾക്ക് കൃത്യം 8:30 തന്നെ ഔദ്യോഗികമായി ഇവിടെ തുടക്കമാകുന്നതായിരിക്കും. പ്രജിഷ്, ഷിജ, രാജ്യ തലസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദില്ലിയിലടക്കം രാജ്യത്ത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണോ? ഭാരതീയ കരസേന, വായുസേന, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, പ്രജീഷ, ഏതായാലും സുരക്ഷ ശക്തമായി തന്നെയാണ് ഉള്ളത്. എല്ലാ തവണത്തെയും പോലെ തന്നെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് വലിയ ഒരു സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഡോഗ് സ്ക്വാഡിന്റെ ഉൾപ്പെടെ നിരവധി പരിശോധനകൾ, ബോംബ് സ്ക്വാഡിന്റെ ഉൾപ്പെടെ നിരവധി പരിശോധനകൾ നടന്നിരുന്നു. ഇന്ന് രാവിലെയും ശക്തമായി തന്നെ പോലീസ് സുരക്ഷ ശക്തമായി തന്നെയാണ് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ളത്. കൃത്യമായി അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ആവശ്യമായ മുൻകരുതലുകൾ എല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും ഗവർണറാണ് ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ പ്രകാരമുള്ള ആ രീതിയിലുള്ള എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ തന്നെയാണ് തലസ്ഥാനത്തും തിരുവനന്തപുരത്തും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. പ്രജീഷ്, മറ്റ് വിശിഷ്ടാതിഥികൾ ആരൊക്കെയാണ് പങ്കെടുക്കുക ഈ ചടങ്ങ്? കാരണം ഓരോ ജില്ലകളിലും ഒക്കെ തന്നെ വെവ്വേറെ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ടോ? മുഴുവനായി കേരളത്തിലെ മൊത്തത്തിലുള്ള ആഘോഷ പരിപാടികളുടെ രീതി? പ്രജീഷ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം 8:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സംസ്ഥാനത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ദേശീയ പതാക ഉയർത്തുന്നത്. ഇവിടെ അദ്ദേഹം ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി തന്നെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സംസ്ഥാനത്തുടനീളമായി തുടക്കമാവുകയാണ്. അതാത് ജില്ലാ കേന്ദ്രങ്ങളിൽ തന്നെ അതാത് മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. കൃത്യം 8:30 ഇവിടെ ഗവർണർ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് തന്നെയായിരിക്കും അതാത് ജില്ലാ കേന്ദ്രങ്ങളിലും അതാത് മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. എല്ലായിടത്തും വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. മാർച്ച് പാസ്റ്റ്, അതോടൊപ്പം തന്നെ നിരവധി കലാപരിപാടികൾ തുടങ്ങി ആ രീതിയിൽ വലിയ ആഘോഷ പരിപാടികൾ തന്നെയാണ് എല്ലാ ജില്ലകളിലും നടക്കുക. സംസ്ഥാനത്തുടനീളമായി കൃത്യം 8:30 തന്നെ 68ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നതായിരിക്കും. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.